നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരായ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം കേന്ദ്ര സർക്കാരിന് ലഭിച്ച കച്ചിത്തുരുമ്പാണ്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 1-2 സീറ്റ് വിജയിച്ചെടുക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടെയാണ് BJP നേതൃത്വം നൽകുന്ന NDA കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. പ്രധാനമന്ത്രി തന്നെ കേരളത്തിൽ നേരിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഈ ലക്ഷ്യത്തോടു കൂടിയാണ്. കേരളത്തിൽ BJPയെ ക്ലച്ച് പിടിപ്പിക്കില്ല എന്നുള്ള വാശിയിലാണ് കേരളത്തിലെ ഭരണ പാർട്ടി കൂടിയായ CPMന്റെ ഇടതുപക്ഷം. തൃശൂരിൽ നടൻ സുരേഷ് ഗോപിക്ക് വലിയ വിജയസാധ്യതയുണ്ടെന്ന് BJP കണക്ക് കൂട്ടുന്നു. എന്നാൽ തൃശൂരിലെന്നല്ല, കേരളത്തിന്റെ 20 മണ്ഡലങ്ങളിൽ ഒരിടത്തും BJPയെ വിജയിപ്പിക്കില്ല എന്നുള്ള വാശിയിലാണ് CPMും ഇടതുപക്ഷവും. വേണമെങ്കിൽ തൃശൂരിന്റെ മണ്ണിൽ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ കോൺഗ്രസിനെ ഒട്ടുമറിക്കുക എന്ന നീക്കം പോലും CPM ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ കുരുക്ക് മുറുക്കി കേന്ദ്ര ഏജൻസികൾ രംഗത്ത് വന്നിരിക്കുന്നത്. വീണ വിജയനെതിരെയുള്ള അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കാനാണ് കേന്ദ്ര സർക്കാർ കേന്ദ്ര ഏജൻസികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. CMRലുമായി നടത്തിയ അവിഹിത സാമ്പത്തിക ഇടപാടുകൾ, രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കണ്ടെത്തിയ വ്യാജരേഖ ചുമതലക്കടക്കമുള്ള ഗുരുതര കുറ്റകൃത്യങ്ങൾ നിസാരമല്ല. വീണ വിജയനെതിരെ കേന്ദ്ര സർക്കാർ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന അന്വേഷണം രാജ്യത്ത് തന്നെ കോർപ്പറേറ്റ് മന്ത്രാലയം നിർദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ മാത്രം അന്വേഷിക്കുന്ന ഏജൻസിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. അത്തരമൊരു ഏജൻസിയുടെ അന്വേഷണ പരിധിയിൽ വീണ വിജയൻ എത്തിയത് നിസാര കുറ്റം ചെയ്തതുകൊണ്ടല്ല എന്ന് വ്യക്തം. അതുമാത്രവുമല്ല, അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ വീണ വിജയന്റെ എക്സോലോജിക് കമ്പനിക്ക് പണം നൽകിയ CMRL എന്ന കരിമണൽ ഖനന കമ്പനിയുടെ ഓഫീസിൽ അതിവേഗം റെയ്ഡ് നടത്തിയത് തന്നെ കേസ് എത്രമാത്രം ഗൗരവമുള്ളത് എന്നത് വ്യക്തമാണ്. റെയ്ഡിനെത്തിയ ഉദ്യോഗസ്ഥർ മുൻകൂട്ടി അറിയിച്ചല്ല എത്തിയത്. പൊടുന്നനെ എത്തുകയും CMRL ഉദ്യോഗസ്ഥരുടെ മുഴുവൻ മൊബൈൽ ഫോണുകൾ ഓഫ് ചെയ്യാൻ പറയുകയും ചെയ്തു. റെയ്ഡിന്റെ ഒരു വിവരങ്ങളും പുറത്തറിയാൻ പാടില്ല എന്നുള്ളതായിരുന്നു ഇതിന് പിന്നിലെ നീക്കം. അങ്ങനെ നിർണായകമായ തെളിവുകൾ CMRLന്റെ ഓഫീസിൽ നിന്നും അന്വേഷണ സംഘം കണ്ടെത്തിയെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഏത് സാഹചര്യത്തിൽ വീണ വിജയന് പണം നൽകി, പണത്തിന്റെ ഉറവിടം എന്തൊക്കെ, വീണ വിജയന് പണം നൽകിയതിന് മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ, വീണ വിജയന് മാത്രമല്ല കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് CMRL മറ്റാർക്കൊക്കെ പണം നൽകിയിട്ടുണ്ട്. 125 കോടിയുടെ അനധികൃത ഇടപാട് കൊച്ചി കേന്ദ്രീകരിച്ച് നടന്നു എന്നുള്ളതാണ് നേരത്തെ ആദായനിധി വകുപ്പിന്റെ ഇന്ററിയം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയത്. ഈ പണം ആരിലേക്കൊക്കെ പോയി? CMRLന്റെ MD ആയിരുന്ന ശശിധരൻ കർത്തയുടെ ഡയറിയിൽ നിന്ന് നിരവധി ചുരുക്കപ്പേരുകൾ ED നേരത്തെ കണ്ടെത്തിയിരുന്നു. PV എന്നൊക്കെ എഴുതിയ ചുരുക്കപ്പേരുകൾ. ഇവരാരൊക്കെ എന്ന ചോദ്യത്തിന് PV എന്നാൽ പിണറായി വിജയനാണെന്ന് വ്യക്തമായി ശശിധരൻ കർത്ത മൊഴി നൽകിയെന്നാണ് റിപ്പോർട്ട്. കേരളത്തിലെ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും അടക്കം നിരവധി നേതാക്കന്മാർക്ക് CMRL പണം നൽകിയിട്ടുണ്ടെന്നായിരുന്നു നേരത്തെ അതിന്റെ പ്രതിനിധികൾ നൽകിയ റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ അവരിലേക്കും അന്വേഷണം നീട്ടാനുള്ള നീക്കത്തിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. ഒപ്പം EDയുമുണ്ട്. അങ്ങനെയെങ്കിൽ ED പ്രത്യേക കേസെടുത്തുകൂടി ഈ വിഷയം അന്വേഷിക്കും. ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ കേസന്വേഷണം തിരുവനന്തപുരത്തേക്കും വ്യാപിപ്പിക്കാൻ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തീരുമാനിക്കുന്നത്. ഭാര്യയുടെ പെൻഷൻ തുക കൊണ്ടാണ് മകൾ ബിസിനസ് തുടങ്ങിയതെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരുന്നു. തന്റെ കൈകൾ ശുദ്ധമാണെന്നായിരുന്നു പിണറായിയുടെ കമന്റ്. അങ്ങനെ മകളുടെ ബിസിനസിന് വേണ്ടി അമ്മയാണ് പണം മുടക്കിയതെങ്കിൽ ആ പണത്തിന്റെ ഉറവിടവും ആ ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിക്കാനുള്ള നീക്കം ED ഉദ്യോഗസ്ഥരും അതുപോലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഉദ്യോഗസ്ഥരും നടത്തും. അപ്പോൾ അന്വേഷണം പിണറായിയുടെ ഭാര്യയിലേക്കും നീളുമെന്ന് ചുരുക്കം. ഒടുവിൽ അന്വേഷണം എത്തിച്ചേരുക പിണറായി വിജയനിലേക്കായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്ന് ചില കേന്ദ്രങ്ങൾ വിവരങ്ങൾ നൽകുന്നു. അതായത് ഈ കേസിൽ മുഖ്യമന്ത്രിയുടെ സ്വാധീനം ഉണ്ട്. അതായത് വീണ വിജയന്റെ സ്വകാര്യ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിൽ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് പിണറായി വിജയന്റെ സ്വാധീനമുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നു. ഈ സ്വകാര്യ കമ്പനി തുടങ്ങുമ്പോൾ അതിന്റെ മേൽവിലാസമായി നൽകിയത്, അല്ലെങ്കിൽ അത് തുടങ്ങുന്ന സമയത്ത് വീണ വിജയന്റെ മേൽവിലാസമായി നൽകിയത് തിരുവനന്തപുരത്തെ AKE സെന്ററിന്റെ വിലാസമാണ്.
അപ്പോൾ പാർട്ടിയിലെ സ്വാധീനം പോലും ബിസിനസ് താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് വീണ വിജയനെതിരെ വരുന്ന മറ്റൊരു ആരോപണം. ഇതിൽ നിന്നും ഈ കുറ്റാരോപണത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പിണറായി വിജയനും കഴിയില്ല. കാരണം ED തന്നെ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഒരു സേവനവും നൽകാതെയാണ് CMRL എന്ന കമ്പനി 1,72,00,000 രൂപ വീണ വിജയന് നൽകിയത്. അത് വീണ വിജയനും വീണ വിജയന്റെ കമ്പനിക്കുമായി 2 അക്കൗണ്ടുകളിലൂടെ ഇത്രയും പണം നൽകി. എന്തെങ്കിലും സേവനം വീണ വിജയന്റെ കമ്പനിയോ എക്സോലോജിക് എന്ന സ്ഥാപനമോ CMRL നൽകിയിട്ടില്ല. ഇത് CMRLന്റെ ഉദ്യോഗസ്ഥരും CMRLന്റെ ഉടമസ്ഥരും തന്നെ ഇൻകം ടാക്സിനും അതുപോലെ EDക്ക് നൽകിയ റിപ്പോർട്ടുകളാണ്. ഒരു സേവനവും കഴിഞ്ഞ കാലങ്ങളിൽ വീണ വിജയനോ കമ്പനിയോ CMRL നൽകിയിട്ടില്ല. എന്നിട്ടും പണം കൊടുത്തു. അതെന്തിനു വേണ്ടിയാണ്? അപ്പോൾ മുഖ്യമന്ത്രി എന്ന പദവിയിലിരിക്കുന്ന പിതാവിനെ സ്വാധീനിക്കാൻ വേണ്ടി മകൾക്ക് പണം കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഒരു തരത്തിൽ മാസപ്പടി എന്ന് അന്വേഷണ ഏജൻസി തന്നെ വിശേഷിപ്പിക്കുന്നത്. അത്തരത്തിൽ മാസപ്പടി നൽകിയതിന് പിന്നിൽ പിണറായിയെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയാൽ അന്വേഷണം പിണറായിയിലേക്ക് നീളും. എന്തായാലും മുൻകാലങ്ങളിൽ സ്വർണ്ണക്കടത്ത് കേസിലും ഡോളർ കടത്ത് കേസിലും അടക്കം ഉണ്ടായതുപോലൊരു അനാസ്ഥ ഈ കേസിന്റെ അന്വേഷണത്തിൽ ഉണ്ടാകില്ലെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. കാരണം കേരളത്തിലെ ഭരണകൂടത്തെ പിടിച്ചുകെട്ടുക എന്നുള്ളത് ഇപ്പോൾ BJPയുടെ ആവശ്യമാണ്. പ്രത്യേകിച്ച് തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയും BJP നേതാവുമായ സുരേഷ് ഗോപിക്കെതിരെ കള്ളക്കേസെടുക്കാൻ കേരളത്തിലെ പോലീസ് സംവിധാനത്തെ ദുരുപയോഗം ചെയ്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ്. രാജീവ് ചന്ദ്രശേഖർ എന്ന കേന്ദ്രമന്ത്രിക്കെതിരെ 2 കേസെടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ച അടിസ്ഥാനത്തിലാണ് എറണാകുളം പോലീസ് കേസെടുത്തത്. അങ്ങനെ കേരളത്തിലെത്തുന്ന BJP നേതാക്കളെ ആഭ്യന്തര വകുപ്പ് ചൂണ്ടിക്കാട്ടി വിരട്ടുകയെന്ന നയം പിണറായിയുടെ സർക്കാരും തുടരുമ്പോൾ കേന്ദ്രത്തിന്റെ കയ്യിലുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് തിരികെ വിരട്ടുക എന്ന നയം കേന്ദ്രം സ്വീകരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്നിട്ടുള്ളത് അതിഗുരുതരമായ ആരോപണമാണ്. ആ ആരോപണത്തിന്മേൽ കാര്യക്ഷമമായ അന്വേഷണം നടത്താൻ തന്നെയാണ് കേന്ദ്രത്തിന്റെ നീക്കം. അങ്ങനെ അന്വേഷണം തുടരുമ്പോൾ വീണ വിജയനെതിരെയുള്ള കുരുക്ക് കൂടുതൽ മുറുകുകയാണ്. വീണ വിജയനെ നോട്ടീസ് കൊടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കം നടക്കും. ഒപ്പം തന്നെ വീണ വിജയന്റെ മാതാവും പിണറായി വിജയന്റെ ഭാര്യയുമായ കമലാ വിജയനെയും ചോദ്യം ചെയ്യാനുള്ള സാധ്യതകൾ ഉയരുന്നു. ഒടുവിൽ അന്വേഷണം പിണറായിയിലേക്ക് എത്തുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ കേസന്വേഷണം തിരുവനന്തപുരത്തേക്കും വ്യാപിപ്പിക്കാൻ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തീരുമാനിക്കുന്നത്. ഭാര്യയുടെ പെൻഷൻ തുക കൊണ്ടാണ് മകൾ ബിസിനസ് തുടങ്ങിയതെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരുന്നു. തന്റെ കൈകൾ ശുദ്ധമാണെന്നായിരുന്നു പിണറായിയുടെ കമന്റ്. അങ്ങനെ മകളുടെ ബിസിനസിന് വേണ്ടി അമ്മയാണ് പണം മുടക്കിയതെങ്കിൽ ആ പണത്തിന്റെ ഉറവിടവും ആ ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിക്കാനുള്ള നീക്കം ED ഉദ്യോഗസ്ഥരും അതുപോലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഉദ്യോഗസ്ഥരും നടത്തും. അപ്പോൾ അന്വേഷണം പിണറായിയുടെ ഭാര്യയിലേക്കും നീളുമെന്ന് ചുരുക്കം.